ഏടത്തേക്കും ഷേളിനെ അറിയാം. പക്ഷെ പാർട്ടിയിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് ഷേളിനെ പേഴ്സണലി അറിയില്ല. ഇക്കാര്യം എല്ലാരും അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എന്തൊരു ചീത്തപ്പേരാകും അത്. ഏടത്തേക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? വരൂ ഷേളിൻ. അയ്യോ, ഒരു തവണ ഷെർലിനോടൊന്ന് ചോദിക്കുന്നേ. ഒരിക്കലും ഇല്ല. എന്റെ മകളെ ഞാൻ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടോ അത്ര തന്നെ ഞാൻ ഷേളിനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു കാര്യം മറക്കണ്ട ഏടത്തി, ഷേളിൻ ഏടത്തിയുടെ ഭാവി മരുമകളാണ്. കുറഞ്ഞ പക്ഷം അവളെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള സമയത്തെങ്കിലും ഏടത്തി. വരൂ ഷേളിൻ. അയ്യോ രാധിക, ഞാൻ പറയുന്നത് സത്യമാണ്. ഇളയമ്മേ, ഞാൻ എന്റെ കൈകൾ കൂപ്പി അപേക്ഷിക്കാൻ നിങ്ങളോട്. മനസ്സിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാതെ. ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്. ഇളയമ്മ എന്റെ അതിഥിയും. ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാ എനിക്കതൊട്ടും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. പ്ലീസ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ മറന്നേക്ക് പ്ലീസ്. രാധിക, നിനക്കും എന്നിൽ വിശ്വാസം ഇല്ലേ? ഇളയമ്മേ, ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല. ഇത് തെറ്റിന്റെയും ശരിയുടെയും കാര്യമാ. എനിക്കറിയാം ഷേർലിൻ പ്രഗ്നന്റ് ആവാൻ ഒരു സാധ്യതയില്ല. കാരണം എനിക്ക് എന്റെ രോഹിതിൽ അത്രയധികം വിശ്വാസമുണ്ട്. അവൻ വിവാഹത്തിന് മുമ്പ് ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. ഞാൻ എന്റെ മക്കളെ അത്രയ്ക്ക് നന്നായിട്ടാ വളർത്തിയത്. രോഹിതിന് അവന്റെ ഉത്തരവാദിത്വം അറിയാം. അവന്റെ നില എന്താണെന്ന് അറിയാം. അവൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ശരി, നിങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. ഒന്ന് നിക്ക് സൃഷ്ടി. ഇവള് പറയുന്നതിൽ പോയിന്റ് ഉണ്ട്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഷേർലിൻ ഈസ് പ്രഗ്നന്റ് ബിക്കോസ് ഓഫ് രോഹിത്. ബട്ട് ഐ മീൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നേ. താങ്ക് യു. ആദ്യമായിട്ട് ജീവിതത്തില് നീ എന്റെ ഒരു അഭിപ്രായം എഗ്രി ചെയ്തു. ഐ മീൻ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചല്ലോ. ശരി, ഇപ്പൊ ഇതൊക്കെ വിട്. അങ്കിളിന്റെ ആന്റിയുടെ കേക്ക് കട്ടിംഗ് സെറമണിയാ. ആ ട്രോളിൽ കേക്ക് വെക്കണം, ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ മറന്നേ പോയി ട്രോള് ഡെക്കറേറ്റ്. സൃഷ്ടി, എന്തു പറ്റി? എന്താ എങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ടാ പ്രീത ഇന്ന് ഞാൻ നീ പറഞ്ഞൊരു കാര്യം എഗ്രി ചെയ്യുന്നത്. Are you okay? അതെ, ബെറ്റർ ആയി തോന്നുന്നുണ്ട്. ഗുഡ്. ഇളയമ്മ എവിടെ? അവര് ഏടത്തിയുടെ കൂടെ വരുന്നുണ്ട്. ഈ ഇളയമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവർക്കത് ആവശ്യമായിരുന്നു. സോറി, വാട്ട് യു സേ? രോഹിത്, ഷേളിന് തീരെ സുഖമില്ലല്ലോ, അതാ എന്തൊക്കെയോ പറയുന്നത്. അല്ലാതെ ഇളയമ്മയ്ക്കൊന്നുമില്ല, അവര് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വാട്ട്സ് റോങ് വിത്ത് യു ഷേളിൻ? നിനക്കറിയില്ലേ രോഹിത്തിനെ? അവൻ അവന്റെ അമ്മയെ പോലെ തന്നെയാ. എല്ലാരെയും ബഹുമാനിക്കും, പിന്നെ സ്പെഷ്യലി എൽഡേഴ്സ്. അവരെ പൂജിക്കും. അവൻ അവർക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവൻ ആ റീസണിന്റെ പിന്നാലെ കൂടും. പിന്നെ നിന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറയേണ്ടി വരും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മേക്സ് സെൻസ്. കാരണം ഈ ന്യൂസ് ശരിയല്ലല്ലോ, അല്ലേ? ഐ മീൻ ടു സേ, നീയും രോഹിത്തും കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ ലിമിറ്റ്സ് ക്രോസ് ചെയ്തിട്ടില്ലല്ലോ, അല്ലേ? ഓഫ് കോഴ്സ് നോട്ട് ആന്റി, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഗുഡ്. ഐ മീൻ ടു സേ താങ്ക് ഗോഡ്. ഇനി നീ എങ്ങാനും കല്യാണത്തിന് മുമ്പ് കൺസീവ് ചെയ്തെങ്കിലുണ്ടല്ലോ, അത് വലിയൊരു പ്രോബ്ലം ആയി പോയേനെ. പിന്നെ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ഷേളിൻ. എനിവേസ്, ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഡ്രിങ്ക്. വെയിറ്റർ.
താങ്ക് യു. ഓ മൈ ഗോഡ്. സോറി, ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഷുവർ, ടേക്ക് കെയർ. ബേബി, വാതിലടയ്ക്കേ. ബേബി, ബേബി ആർ യു ഓക്കെ? എന്തുപറ്റി നിനക്ക് വോമിറ്റിംഗ് പോലെ എന്തോ ഫീൽ ചെയ്തല്ലോ? ബേബി, എനിക്കറിയായിരുന്നു നീ എന്നെ ഓർത്ത് ടെൻഷൻ ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഐ എം ഓൾ റൈറ്റ്. ആർ യു ഷുവർ? യെസ്. അതെന്തായാലും നന്നായി. പക്ഷെ അത് ഐ എം പ്രഗ്നന്റ്. വാട്ട്? ആരുടെയാ? ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം നോട്ട് പ്രഗ്നന്റ്. ആ സ്റ്റുപ്പിഡ് ഇളയമല്ലേ രാധിക ആന്റിയുടെ, ഇത് അവരുടെ ഊഹമാണ്. ഇനി അഥവാ ഞാൻ പ്രഗ്നന്റ് ആയാലുണ്ടല്ലോ, ആ കൊച്ചിന്റെ അച്ഛന്റെ പേര് പൃഥ്വി മേനോൻ എന്നായിരിക്കും. ഞാൻ നിന്നെ പോലെയല്ല. ആദ്യം ചാൻസ് കിട്ടിയ ഉടനെ തന്നെ പെണ്ണുങ്ങളെ വളച്ചെടുക്കാനും അവിടെ ഇവിടെ വായി നോക്കിയിരിക്കാനും. നീ മറന്നോ ഞാൻ നിന്നോട് എത്ര ലോയൽ ആണെന്ന്? നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് നീ എന്നോട് എത്ര അടുത്ത് വന്നെന്ന്? ബേബി, എനിക്കറിയാം നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പിന്നെ നീ എന്തിനാ കാത്തിരിക്കുന്നത്? ഓഫ് കോഴ്സ് എനിക്കെല്ലാം ഓർമ്മയുണ്ട് ബേബി. ഞാൻ നമ്മുടെ റൊമാൻറ്റിക് മൊമെന്റ്സ് എങ്ങനെ മറക്കാനായി? എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട് ബേബി. ഐ എം സോ സോറി. ഞാൻ ഇത്രയ്ക്ക് മോശം ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ആ ചോദ്യം ചോദിച്ചതിന്റെ കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നീ സഡൻലി വന്ന് എന്നോട് ഐ ആം പ്രഗ്നന്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഷോക്കായി. അതുകൊണ്ടാണ് ഞാൻ ഷോക്കായി റിയാക്ഷൻ തന്നത്. അല്ലെങ്കിലും ബേബി, ഐ ആം ഡാം ഷുവർ നീ പ്രഗ്നന്റോ അല്ല എന്ന്. അത് ആക്ച്വലി നീ ഭയങ്കര ഒരു ഫുഡി അല്ലേ, എപ്പോ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ആസിഡിക് റിയാക്ഷൻ ഉണ്ടായതാവും. നോട്ട് പ്രഗ്നൻസി, നോ. റൈറ്റ്? ഇത് പ്രഗ്നൻസി ഒന്നുമല്ല. യു ആർ നോട്ട് പ്രഗ്നന്റ്. എനിക്കും അങ്ങനെ തോന്നുന്നേ. പിന്നെ അല്ലെങ്കിലും നീ പ്രഗ്നന്റ് ആവാൻ സാധ്യതയില്ല. നീ ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ പാടില്ല. കാരണം നമ്മുടെ ഉദ്ദേശം, നമ്മുടെ പ്ലാൻ, ഇതിന്റെ എല്ലാം ലക്ഷ്യം നിന്റെ രോഹിത്തിന്റെ വിവാഹമാണ്. പിന്നെ ആ വിഡ്ഢിയായ മനുഷ്യൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം. അവൻ നിന്റെ കുഞ്ഞിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല, അവൻ നിന്നെ ആ രീതിയിൽ ഒരിക്കലും തൊട്ടിട്ടുമില്ല. റൈറ്റ്? റൈറ്റ്. ഈ പ്രഗ്നൻസി ഉണ്ടല്ലോ, നമ്മുടെ പ്ലാൻ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കും. നമ്മുടെ പ്ലാൻ എല്ലാം പൊളിച്ചെടുക്കും. സോ ഈ പ്രഗ്നൻസി നോ, നെവർ. ഷെർലിൻ മാഡം, കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. കവിതാ മാം എന്നെ അയച്ചതാ നിങ്ങളെ വിളിക്കാനായി. അവരാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നീ ചെല്ല്, ഞാൻ വരാം. ശരി മാം. ഞാൻ താഴേക്ക് പോവാ. നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് താഴേക്ക് വാ. സൃഷ്ടി, മോളെ കേക്ക് കട്ട് ചെയ്യണമല്ലോ. കത്തി എവിടെ ഇല്ല? സോറി ആന്റി, ഞാൻ കിച്ചണിൽ പോയി നൈഫ് എടുത്തോണ്ട് വരാം. വേഗം. ഒരു മിനിറ്റ്. നീ പോണ്ട, ഞാൻ എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ എന്റെ ഭാവി അമ്മയുടെ അച്ഛന്റെ ആനിവേഴ്സറിയാണ്. അല്ല സൃഷ്ടി, ഈ കേക്കിന്റെ ഓർഡർ നീ നിന്റെ ഹൈറ്റിനനുസരിച്ചാണോ കൊടുത്തത്?
ഷെർലിൻ 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 വാട്ട് ഹാപ്പൻ? ഷെർലിൻ മോളെ എന്താ പറ്റിയത്? ഷെർലിൻ 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 ഓ ഗോഡ്. ഷെർലിൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ടുവാ. നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം ഡോക്ടറിന് ഫോൺ ചെയ്യേ. ഷെർലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ആംബുലൻസ് വിളിക്കാൻ ഞാൻ. എടി മോമിന്റെ ഇളയമയല്ലേ, അവര് പറയായിരുന്നു ആ ഷേർലിന് അമ്മയാവാൻ പോവാണെന്ന്. ഷെർലിൻ ഷെർലിൻ പതിയെ എണീക്കൂ. ഷെർലിൻ വെള്ളം. ഷെർലിൻ ഓക്കെ വെള്ളം കുടിക്കൂ. അറിയോ ഓക്കെ ഷെർലിൻ? നിങ്ങൾ പാനിക് ആവണ്ട ആന്റി, ഐ എം ഓക്കെ. ഷെർലിൻ താൻ ശരിക്കും ഓക്കെ അല്ലേ? ഷെർലിൻ ഒന്ന് എഴുന്നേൽക്ക് മോളെ. നീ എന്റെ കൂടെ വാ പ്ലീസ്. Come on, get up. എഴുന്നേൽക്ക് വാ. വരൂ കം. വാ മോളെ. വാ മോളെ വാ. വരൂ. നിങ്ങളെല്ലാവരും പ്ലീസ് ടെൻഷൻ ആവാതിരിക്കും. ചെറിയൊരു എമർജൻസിയാണ്. ഷെർലിൻ ഓക്കെ ആവും. പക്ഷെ നിങ്ങൾ പ്ലീസ് ഭക്ഷണം കഴിക്കാതെ പോവരുത്. ഓ ഗോഡ്, ഈ സഞ്ജന ഫോൺ എടുക്കുന്നില്ലല്ലോ. അവളെ ഇൻഫോം ചെയ്യണല്ലോ ഷെർലിന് സുഖമില്ലാന്ന്. അയ്യോ, ഒന്നും സംഭവിച്ചിട്ടില്ല ഷെർലിന്. പക്ഷെ അവൾ അമ്മയാകാൻ പോവുകയാണ്. എന്റെ ഈ വാക്കുകളെ നീ എഴുതി വെച്ചോ. എന്താടാ, എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചേ? എന്താ കാര്യം? അത് പിന്നെ ഏട്ടാ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനായുണ്ട്. അത് ഐ മീൻ, ഇന്ന് ഷേർലിൻ ബോധം കെട്ട് വീണില്ല. അവള് അങ്ങനെ വീഴാനുള്ള കാരണം എന്തായിരുന്നു? ഐ മീൻ, എനിക്ക് നിന്നോട് അതാ ചോദിക്കാനുള്ളത്. എന്താ പറ്റിയത്? നീ ഐ മീൻ എന്ന് പറയാതെ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ, എന്നാലും എനിക്ക് മനസ്സിലാവും. ഏട്ടാ, അത് പിന്നെ നിന്റെ ഷേർലിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നില്ലേ? ഐ മീൻ, ഓൾമോസ്റ്റ് വിവാഹം കഴിഞ്ഞ പോലെ തന്നെ അത്. സോ നീയും ഷേർലിനും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? ഇങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഏട്ടൻ, നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ തന്നെ എങ്ങനെ കഴിഞ്ഞു? നിന്റെ ഏട്ടൻ അങ്ങനെയുള്ള മര്യാദയൊക്കെ തെറ്റിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരം എന്താണെന്ന്. നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് അങ്ങനെ ഒരു നല്ല സംസ്കാരം തന്നിട്ടുണ്ട്. ഞാൻ ആ സംസ്കാരത്തെ ബഹുമാനിക്കുന്നുണ്ട്. ആ ഒരു കൾച്ചർ മറക്കുന്നെന്ന് നിന്റെ ഈ ചേട്ടന് ജീവൻ ഉണ്ടാവില്ല. മനസ്സിലായോ നിനക്ക്? അതിപ്പോ ആരുടെ കൂടെയുള്ള ബന്ധമായാലും, ഷെർലിന്റെ കൂടെ ആയാലും മറ്റാരുടെ കൂടെ ആയാലും എനിക്കൊരു വിഷയമേ അല്ലത്. എന്നെ സംബന്ധിച്ച് എന്റെ കുടുംബമാണ് എനിക്ക് വലുത്. മനസ്സിലായോ? ഏട്ടൻ നോക്ക്, അത് ഡോണ്ട് ടേക്ക് മീ റോങ്. ഓക്കെ, ഞാൻ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞോട്ടെ, ഒന്ന് കേക്ക് മര്യാദക്ക്. എന്റെ ഏട്ടൻ, എനിക്കറിയാം, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീ നിന്റെ മര്യാദ ഒരിക്കലും ക്രോസ് ചെയ്യില്ലാന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞതിന് മുന്നേ എനിക്ക് ഇക്കാര്യം കൺഫേം ചെയ്യണമായിരുന്നു. അതുകൊണ്ടാ. എന്ത് കാര്യം? ഷെർലിൻ ഈസ് പ്രഗ്നന്റ്. വാട്ട്? യാ, ഷീ ഈസ് പ്രഗ്നന്റ്. ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ട കാര്യമാ. ആന്റിയോട് നമ്മുടെ ഇളയമ്മ പറഞ്ഞ കാര്യം ഇത്. ഷീ ഈസ് പ്രഗ്നന്റ്. ഏട്ടാ, അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നിയില്ലേ? അത് എനിക്കും അറിയാം. പ്രഗ്നൻസിയിൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ അവർക്ക് വൊമിറ്റിംഗ് വരും, തലകറക്കം ഉണ്ടാവുന്നു. ഇളയമ്മ പറഞ്ഞത് അത് അങ്ങനെ അതെങ്ങനെ പോസിബിൾ ആവും? ഒരിക്കലും പോസിബിൾ ആവില്ല. എങ്ങനെ പ്രഗ്നന്റ് ആവുന്ന? ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. എനിക്കറിയാം ഇളയമ്മ ഡോക്ടറൊന്നും അല്ലാന്ന്. പക്ഷേ ഈ വയസ്സായ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നല്ല പരിചയം ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് പറയുകയും ചെയ്യും പെണ്ണ് പ്രഗ്നന്റ് ആണോ അതോ അല്ലയോ എന്ന്. യെസ് ഏട്ടാ, പിന്നെ നോക്ക്, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോവാം. എല്ലാവർക്കും സത്യം എന്താണെന്ന് അറിയുകയും ചെയ്യാം. പറയും. ആലോചിക്കുന്ന എന്തിനാ? ഇത് എന്ത് വേണമെങ്കിലും ആവട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും ആവട്ടെ. പക്ഷെ എടാ, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന്. വാ ഇങ്ങോട്ട്. കിരൺ സർ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാ. നീ വരുന്നോ? സർലാൻഡി, ഐ എം സോറി, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. സമീർ, നീ സർലാൻഡി അമ്മയെ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇമ്മീഡിയറ്റ്ലി. ശരി ഏട്ടാ. വായട്ടം. വാ ചേച്ചി. അയ്യോ, അത് അങ്ങോട്ട് വരാൻ. അയ്യോ, പൃഥ്വിയുടെ എവിടെ പോയി? ഒന്നും സംഭവിച്ചിട്ടില്ല ഷെർലിന്. പക്ഷെ അവൾ അമ്മയാകാൻ പോവുകയാണ്. ബേബി, എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. ഐ ഡോണ്ട് നോ, എന്തോ പ്രോബ്ലം ഉണ്ട്. എല്ലാം ഈ ഷെർലിൻ കാരണമാണ് സംഭവിക്കുന്നത്. വിഡ്ഢിയായ പെണ്ണ്. വിവരമില്ലാത്തവളല്ലോ, പഠിച്ചോളല്ലേ അവൾ. ഇത്രയും അശ്രദ്ധ
എങ്ങനെ സംഭവിക്കും ഈ പെണ്ണിന്? അയ്യോ, കുറച്ചെങ്കിലും ശ്രദ്ധ വേണ്ടേ? ഇത്ര ഇറസ്പോൺസിബിൾ എങ്ങനെ ഇവൾക്ക് ആവാൻ കഴിയുന്നു? ഇന്ന് അവള് കാരണം ഞാനും അവളും നമ്മൾ രണ്ടുപേരും പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ കൂടുതൽ മോശമാകുന്നതിന് മുൻപ് എനിക്ക് സിറ്റുവേഷനെ കൺട്രോളിൽ കൊണ്ടുവന്നേ തീരും. സിറ്റുവേഷനെ കൺട്രോൾ ആക്കണമെങ്കിൽ എനിക്ക് ആദ്യം ഹോസ്പിറ്റലിൽ എത്തണം. അയ്യോ, സിറ്റുവേഷൻ കൺട്രോൾ വരണമെങ്കിൽ ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ എത്തണ്ടേ? ഇനി ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഈ വഴി ആദ്യം ക്ലിയർ ആവണം. അയ്യോ, ഈ ട്രാഫിക് എന്നെ ഹോസ്പിറ്റലിൽ എത്താൻ അനുവദിക്കില്ല. ഓ, ഈ വഴിക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വരത്തുള്ളൂ. അതുപോലെ തന്നെ പ്രോബ്ലം വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വരും. അയ്യോ, എന്റെ ചേട്ടൻ ഒന്ന് പോ, എല്ലാരും കൂടെ എന്നെ കൊല്ലും. ഭക്ഷണത്തിൽ എന്തെങ്കിലും വേണ്ടത് കഴിച്ചോ നിങ്ങൾ ഇന്ന്? ഇറ്റ്സ് നോട്ട് പോസിബിൾ ഡോക്ടർ. ഇവിടുത്തെ ബെസ്റ്റ് കേറ്ററേഴ്സിനെ കൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കിച്ചത്. വെരി ഹൈജീനിക്. മാം, ഈ അവസ്ഥയ്ക്ക് വേറെയും ഒരുപാട് റീസൺസ് ഉണ്ടാവാം. എന്തായാലും ഒന്ന് നന്നായി ചെക്ക് ചെയ്യണം. പ്രോബ്ലം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. അത് പേഷ്യന്റിന്റെ നല്ലതാണ്, ചെക്കപ്പിന് നല്ലതാണ്. ശരി ഡോക്ടർ, വരൂ പുറത്തേക്ക്. താങ്ക്സ്. വെൽക്കം ഡോക്ടർ.